കെമിക്കൽ ഇക്വിലിബ്രിയത്തിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോൺസെൻട്രേഷൻസ് ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ് ദാറ്റ് ഈസ് ഗിവൺ ബൈ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. എന്തായിരുന്നു ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം? ദ റേഷ്യോ ബിറ്റ്വീൻ ദി പ്രോഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ആൻഡ് റിയാക്റ്റൻസ് each concentration term raised to the power equal to its coefficient in the balanced chemical equation has a constant value, and the constant is called the equilibrium constant. അതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കെമിക്കൽ ഇക്വിലിബ്രിയത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഇക്വിലിബ്രിയം. ഫസ്റ്റ് ഹോമോജീനിയസ് ഇക്വിലിബ്രിയം. Homogeneous means same, അല്ലേ? അപ്പോൾ homogeneous equilibrium means an equilibrium involving same physical state for all reactants and products. ഒരു റിയാക്ഷനിലുള്ള എല്ലാ റിയാക്റ്റൻറ്റിനും പ്രോഡക്റ്റിനും ഒരേ ഫിസിക്കൽ സ്റ്റേറ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഹോമോജീനിയസ് ഇക്വിലിബ്രിയം. ആൻഡ് ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഹെട്രോജീനിയസ്. A reaction involving same physical state for all reactants and products is called a homogeneous equilibrium. Take an example. Formation of ammonia, N2 gas plus 3H2 gas gives 2NH3. ഇവിടെ റിയാക്റ്റൻസും പ്രോഡക്ട്സും എല്ലാം ഗ്യാസ് ആണ്. സോ ദാറ്റ് ഇസ് എ ഹോമോജീനിയസ് ഇക്വിലിബ്രിയം. സെയിം ഫിസിക്കൽ സ്റ്റേറ്റ് ആണ്, ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. അതുപോലെ ലിക്വിഡ് സ്റ്റേറ്റ് മാത്രമുള്ള ഇക്വിലിബ്രിയത്തിന് എക്സാമ്പിൾ ഹൈഡ്രോളൈസിസ് ഓഫ് ഈഥൈൽ അസറ്റേറ്റ്. ഈഥൈൽ അസറ്റേറ്റ് എന്ന് പറഞ്ഞാൽ CH3COOC2H5 ഒരു എസ്റ്ററാണിത്. ഈഥൈൽ അസറ്റേറ്റ് CH3COOC2H5 ദാറ്റ് ഈസ് അക്വസ് ഫോം. ഇതിനെ ഹൈഡ്രോളൈസ് ചെയ്യുന്നു. ഹൈഡ്രോളൈസിസ് പറഞ്ഞാൽ വാട്ടറുമായിട്ടുള്ള റിയാക്ഷനാണ്. H2O ലിക്വിഡ് ഗിവിങ് CH3COOH എന്താണ്? അസറ്റിക് ആസിഡ്. CH3COOH അക്വസ് ആൻഡ് എത്തനോൾ C2H5OH എത്തനോൾ അക്വസ്. ഇതൊരു ലിക്വിഡ് ഇക്വിലിബ്രിയത്തിന് എക്സാമ്പിളാണ്. ഇവിടെ റിയാക്റ്റൻസും പ്രോഡക്ട്സും എല്ലാം എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അക്വസ് ഫോം എന്ന് പറഞ്ഞാൽ ലിക്വിഡാണ്. വാട്ടറിൽ ആഡ് ചെയ്തതിനാണ് അക്വസ് ഫോം എന്ന് പറയുക. So that is homogeneous equilibrium involving liquids, and this is gaseous equilibrium. So equilibrium involving same physical state for all reactants and products, that is called a homogeneous equilibrium. In equilibrium expression we are using molar concentrations, concentration of product by reactant. അതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്തത്. ഇനി ഗേഷ്യസ് റിയാക്ഷൻസ് ആകുമ്പോൾ കോൺസെൻട്രേഷനേക്കാൾ അവിടെ പ്രഷറാണ് നമുക്ക് ഈസി ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ദി ഇക്വിലിബ്രിയം ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് പ്രഷർ ഇൻ ഗേഷ്യസ് റിയാക്ഷൻസ്. അപ്പോൾ അവിടെ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനെ പ്രഷർ ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യും. ഇറ്റ് ഈസ് KP എന്ന് പറയും. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ KP. അപ്പോൾ നമുക്കിവിടെ ഈ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്, അമോണിയയുടെ ഫോർമേഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ എന്താണ്? Kc is equal to മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് NH3 എൻ്റെ പവർ 2 ആണ്, ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് N2 into H2 raised to 3. ദെൻ ഇവിടെ ഓരോന്നിൻ്റെയും കോൺസെൻട്രേഷനിലാണ് എക്സ്പ്രസ് ചെയ്യുക. പക്ഷേ ഗേഷ്യസ് റിയാക്ഷനിൽ നമ്മൾ കോൺസെൻട്രേഷന് പകരം പ്രഷറാണ് യൂസ് ചെയ്യുക. അപ്പോൾ അവിടെയുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനെ KP എന്ന് പറയും. KP എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഇവിടെ നമ്മൾ പാർഷ്യൽ പ്രഷറാണ് യൂസ് ചെയ്യുക. വാട്ട് ഈസ് പാർഷ്യൽ പ്രഷർ? ഇറ്റ് ഈസ് എ പ്രഷർ എക്സേർട്ടഡ് ബൈ ഈച്ച് കമ്പോണൻറ്റ് ടു ദി ടോട്ടൽ പ്രഷർ ഇൻ എ മിക്സർ. ഒരു ഗേഷ്യസ് മിക്സറിൽ ഓരോ കമ്പോണൻറ്റും എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് അതിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുക. അപ്പോൾ ഇവിടെ 3 ഡിഫറെൻറ്റ് ഗ്യാസസ് ഉണ്ട്. ടോട്ടൽ പ്രഷറിലേക്ക് ഓരോ ഗ്യാസും എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് പാർഷ്യൽ പ്രഷർ. So Kp is equal to the partial pressure of product. Product is NH3. So PNH3, partial pressure of NH3, അതിൻ്റെ പവർ 2 ആണ്, raised to 2. കോൺസെൻട്രേഷൻ പകരം പ്രഷർ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. പാർഷ്യൽ പ്രഷർ ഓഫ് N2 into partial pressure of H2 raised to 3. That is the expression of Kp. അപ്പോൾ കോൺസെൻട്രേഷന് പകരം നമ്മൾ പാർഷ്യൽ പ്രഷർ ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യുന്നു.
Then we can find out the relationship between this Kp and Kc. Kpയും Kcയും എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു നോക്കാം. For an ideal gas, the relationship between pressure, volume, concentration and number of moles. 4 മെഷറബിൾ പ്രോപ്പർട്ടീസ് ആണ്: പ്രഷർ, വോളിയം, കോൺസെൻട്രേഷൻ ആൻഡ് എമൗണ്ട് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ്. ഇത് 4ഉം തമ്മിലുള്ള റിലേഷൻഷിപ്പിനാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുക. വാട്ട് ഈസ് റിലേഷൻ? പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഈ റിലേഷൻ. പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി. പ്രഷർ ഈസ് പി ഈസ് പ്രഷർ, വി ഈസ് വോളിയം, എൻ ഈസ് നമ്പർ ഓഫ് മോൾസ്, ആർ ഈസ് ഗ്യാസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ടി ഈസ് ടെമ്പറേച്ചർ. അപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പിന് നമ്മളെടുക്കുന്ന കോൺസ്റ്റൻ്റ് ആണ് ഗ്യാസ് കോൺസ്റ്റൻ്റ് എന്ന് പറയാം. ഇതിൻ്റെയൊക്കെ യൂണിറ്റിനനുസരിച്ച് ഗ്യാസ് കോൺസ്റ്റൻറ്റിന് ഡിഫറെൻറ്റ് വാല്യൂസ് വരും. പി വി ഈക്വൽ ടു എൻ ആർ ടി ഫോർ ആൻ ഐഡിയൽ ഗ്യാസ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നതെല്ലാം ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ പി ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് ഈക്വൽ ടു എൻ ആർ ടി, എൻ ബൈ വി ആർ ടി എന്ന് എഴുതാം. പി ഈസ് ഈക്വൽ ടു എൻ ബൈ വി ആർ ടി. ആൻഡ് വാട്ട് ഈസ് എൻ ബൈ വി? N is number of moles of gas and V is volume of gas in liters. Then what is N by V? Number of moles divided by volume. അതെന്താണ്? മോളാർ കോൺസെൻട്രേഷൻ ആണല്ലേ. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ വോളിയം ഇൻ ലിറ്റേഴ്സ്, ദാറ്റ് ഈസ് മോളാർ കോൺസെൻട്രേഷൻ. സോ എൻ ബൈ വി ആർ ടിക്ക് പകരം നമുക്ക് മോളാർ കോൺസെൻട്രേഷൻ സി ആർ ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം: പ്രഷർ ഓഫ് എ ഗ്യാസ് പി ഗ്യാസ് ഈസ് ഈക്വൽ ടു ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ഗ്യാസ് ഇൻ ടു ആർ ടി. Pressure of a gas is equal to molar concentration of gas into RT. ഇപ്പോൾ ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ നമുക്ക് ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യാം. ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു ആർ ടി ആണ്. അപ്പോൾ പ്രഷറും കോൺസെൻട്രേഷനും തമ്മിൽ ഇങ്ങനെയാണ് റിലേറ്റ് ചെയ്യുക. ദെൻ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി ഫോർ ദി ഫോർമേഷൻ ഓഫ് അമോണിയ. ഇതിലിവിടെ കെ പി കെ സി റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കാം. Then pressure of the gas is equal to concentration of gas into RT. Then what about partial pressure of NH3? NH3യുടെ partial pressure എന്ന് പറഞ്ഞാൽ എന്താ? molar concentration of NH3 into RT. Okay. Then partial pressure of N2 എന്താണ്? molar concentration of N2 into RT. Then partial pressure of H2 is equal to molar concentration of H2 into RT. Then substitute these expressions in Kp. Kpയിൽ പാർഷ്യൽ പ്രഷേഴ്സിന് പിന്നെ കോൺസെൻട്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എക്സ്പ്രഷൻ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്തുവരും? പാർഷ്യൽ പ്രഷർ ഓഫ് NH3 എന്താണ്? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NH3 ഇൻറ്റു ആർ ടി. കോൺസെൻട്രേഷൻ ഓഫ് NH3 ഇൻറ്റു ആർ ടി റേസ് ടു 2 ഉണ്ട് ഇവിടെ. PNH3 റേസ് ടു 2 ആണ്. ഡിവൈഡഡ് ബൈ PN2 എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു ആർ ടി. ഇനി PH2 എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് H2 ഇൻറ്റു ആർ ടി റേസ് ടു 3. PH2 റേസ് ടു 3 ഉണ്ട്. ഇനി കോൺസെൻട്രേഷൻ ടേംസും ആർ ടി ഉള്ള ടേംസും സെപ്പറേറ്റ് ചെയ്യുക. എന്തുവരും? കോൺസെൻട്രേഷൻ ഓഫ് NH3 റേസ് ടു 2 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ടേംസ് ഒരുമിച്ച് എഴുതാം. കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 റേസ് ടു 3 ഇൻറ്റു ആർ ടി റേസ് ടു ഇവിടെ എത്രയാണ്? 2 ഉണ്ട്. ഡിവൈഡഡ് ബൈ ആർ ടി റേസ് ടു ഇവിടെ 1 ഉണ്ട്. 1 + 3. അപ്പോൾ എന്തുവരും? NH3 സ്ക്വയർ ബൈ N2 ഇൻറ്റു H2 റേസ് ടു 3 എന്താണ്? Kc അല്ലേ? ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ്. ഈ എക്സ്പ്രഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിന് പകരം എന്ത് എഴുതാം? Kc. Kp ഈക്വൽ ടു Kp ഈക്വൽ ടു Kc ഇൻറ്റു ആർ ടി റേസ് ടു ഇവിടെ ആർ ടി റേസ് ടു 2 ഉണ്ട്. ഇവിടെ ഡിനോമിനേറ്ററിൽ ആർ ടി റേസ് ടു 4 ഉണ്ട്. 1 + 3 4 ആണ്. ഇത് മുകളിലേക്ക് വരുമ്പോൾ എന്ത് വരും? -4 ആവും. സോ ആർ ടി റേസ് ടു 2 - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു Kc ഇൻറ്റു ആർ ടി റേസ് ടു എന്ത് വരും? -2. That is relationship between Kp and Kc for the formation of ammonia. Equilibrium in ammonia. അപ്പോൾ അമോണിയയുടെ ഇക്വിലിബ്രിയത്തിൽ Kpയും Kcയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇതാണ്. ഇത് ഓരോ റിയാക്ഷനിലും അതിലുള്ള കോഎഫിഷ്യൻസിനനുസരിച്ച് റിലേഷൻഷിപ്പ് മാറും. Kpയും Kcയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. You can derive the relationship between Kp and Kc for a general gas phase reaction. Consider a general gas phase reaction.
A plus B gives CC plus DD. റിയാക്റ്റൻസും പ്രോഡക്ട്സും എല്ലാം ഗ്യാസസ് ആണ്, ഡിഫറെൻറ്റ് കോഎഫിഷ്യൻസ് ആണ്. ദെൻ വാട്ട് ഈസ് ദി എക്സ്പ്രഷൻ ഓഫ് KC? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് C⁻C ഇൻറ്റു D⁻D ഡിവൈഡഡ് ബൈ A⁻A ഇൻറ്റു B⁻B. പ്രോഡക്റ്റ് ബൈ റിയാക്റ്റൻസ്. ദെൻ കോൺസെൻട്രേഷന് പകരം പ്രഷർ യൂസ് ചെയ്താൽ Kp is equal to partial pressure of C⁻C into partial pressure of D⁻D divided by partial pressure of A⁻A into partial pressure of B⁻B. ഓരോന്നിൻ്റെയും കോൺസെൻട്രേഷന് പകരം നമ്മൾ പാർഷ്യൽ പ്രഷർ ഉപയോഗിക്കുന്നു. കാരണം ഗ്യാസ് ആകുമ്പോൾ അതിൻ്റെ പ്രഷർ മെഷർമെൻ്റ് ആണ് കൂടുതൽ എളുപ്പമാവുക. പാർഷ്യൽ പ്രഷർ ഈസ് പ്രഷർ എക്സേർട്ടഡ് ബൈ ഈച്ച് ഗ്യാസ് ടു ദി ഇൻ എ gaseous mixture. Then according to ideal gas equation, for an ideal gas, pressure of a gas is equal to, partial pressure of a gas is equal to molar concentration of gas into RT. ഇതാണ് പാർഷ്യൽ പ്രഷറും കോൺസെൻട്രേഷനും തമ്മിലുള്ള റിലേഷൻ. അങ്ങനെയാണെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് C is concentration of C into RT, പാർഷ്യൽ പ്രഷർ ഓഫ് D is concentration of D into RT. അതുപോലെ പാർഷ്യൽ പ്രഷർ ഓഫ് A is concentration of A into RT, പാർഷ്യൽ പ്രഷർ ഓഫ് B is concentration of B into RT. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Kp എക്സ്പ്രഷനിൽ കോൺസെൻട്രേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Kp is equal to, PCക്ക് പകരം എന്ത് എഴുതാം? കോൺസെൻട്രേഷൻ ഓഫ് C into RT റേസ് ടു C. PC റേസ് ടു C ഉണ്ട്. സോ ഈ ടൈം മൊത്തത്തിൽ റേസ് ടു C എഴുതുക. ദെൻ PD എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് D into RT റേസ് ടു D. ദെൻ PA എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് A into RT റേസ് ടു A. PB എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് B into RT റേസ് ടു B. ദെൻ കോൺസെൻട്രേഷൻ ടേംസ് സെപ്പറേറ്റ് ചെയ്യാം. C⁻C ഇൻറ്റു D⁻D ഡിവൈഡഡ് ബൈ A⁻A ഇൻറ്റു B⁻B. ഇതാണ് ഇവിടെ കോൺസെൻട്രേഷൻ ടേംസ് മാറ്റി. ഇനി RT⁻, എന്താ ഇവിടെ വരിക? C ഉണ്ട് D ഉണ്ട്. സോ RT⁻C+D ഡിവൈഡഡ് ബൈ RT⁻A+B. അപ്പോൾ കോൺസെൻട്രേഷനും RT ടേംസും നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ആൻഡ് വാട്ട് ഈസ് ഈ ടൈമിന് പകരം എന്തെഴുതാം? ദിസ് ഈസ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് Kc. ഇപ്പോൾ കോൺസെൻട്രേഷൻ്റെ ടൈമിലുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണത്. അപ്പോൾ ഇതിന് പകരം നമുക്ക് Kc എഴുതാം. Kc ഇൻറ്റു RT⁻, ഇതിനെ മുകളിലേക്ക് എടുത്താൽ എന്ത് വരും? -A+B ആവും. സോ RT⁻C+D -A+B. ദെൻ ഈ ടൈം എന്താ റെപ്രസെൻറ്റ് ചെയ്യുക? C+D -A+B. സിയും ഡിയും എന്താണ്? കോഎഫിഷ്യൻസ് ഓഫ് പ്രോഡക്ട്സ്, സം ഓഫ് ദി കോഎഫിഷ്യൻസ് ഓഫ് പ്രോഡക്ട്സ്. അതാണ് C+D. A+B എന്താണ്? സം ഓഫ് ദി കോഎഫിഷ്യൻസ് ഓഫ് റിയാക്റ്റൻസ്. അപ്പോൾ C+D is sum of the coefficient of products and A+B is sum of the coefficient of reactants. So C+D minus A+B represents change in number of moles of products and reactants. റിയാക്ഷൻ നടക്കുമ്പോൾ പ്രോഡക്റ്റിൻ്റെയും റിയാക്റ്റൻറ്റിൻ്റെയും നമ്പർ ഓഫ് മോൾസിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ് C+D മൈനസ് A+B. ഗേഷ്യസ് നമ്പർ ഓഫ് മോൾസിലുള്ള ചേഞ്ച്. അപ്പോൾ നമുക്കിതിന് പകരം C+D മൈനസ് A+Bക്ക് പകരം ΔN എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ΔN എന്താണ്? ദറ്റ് ഈസ് ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് ആൻഡ് ഗേഷ്യസ് റിയാക്റ്റൻസ്. ഇപ്പോൾ ഇവിടെ എല്ലാം ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. ചില കേസിൽ ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ് വരാം. അടുത്ത് നമ്മൾ പറയാതാണ്. അങ്ങനെയാകുമ്പോൾ നമ്പർ ഓഫ് മോൾസിൻ്റെ ചേഞ്ച് ഏതിലെടുക്കുന്നുള്ളൂ? ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള സബ്സ്റ്റൻസിൻ്റെ നമ്പർ ഓഫ് മോൾസിൻ്റെ ചേഞ്ചാണ്. ഗേഷ്യസ് പ്രോഡക്ട്സ് മൈനസ് ഗേഷ്യസ് റിയാക്റ്റൻസ്. ദാറ്റ് ഈസ് ΔN. So Kp is equal to Kc into RT⁻Δn. That is relationship between Kp and Kc. Kp is equal to Kc into RT⁻Δn. അങ്ങനെയാണെങ്കിൽ നമുക്ക് HIയുടെ ഫോർമേഷൻ H2 + I2 gives 2HI. ഈ ഒരു ഗേഷ്യസ് ഇക്വിലിബ്രിയം എടുക്കുക. ഇവിടെ എല്ലാം ഗ്യാസസ് ആണ്. വാട്ട് ഈസ് Kp-Kc റിലേഷൻഷിപ്പ്? ഈ ജനറൽ റിലേഷൻഷിപ്പിൽ നമുക്ക് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ΔN ഹിയർ? ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് ആൻഡ് റിയാക്റ്റൻസ് എന്താണ്? എല്ലാം ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. 2 മോൾ പ്രോഡക്റ്റ് ആണ്. 2 മൈനസ് എത്രയാണ് റിയാക്റ്റൻ്റ്? എത്ര മോൾസാണ് വരിക? 1 മോൾ H2 ആൻഡ് 1 മോൾ I2. അതും 2 വരും. സോ ΔN ഈക്വൽ ടു 0. ദെൻ വാട്ട് അബൌട്ട് Kp ആൻഡ് Kc? Kp ഈസ് ഈക്വൽ ടു Kc ഇൻറ്റു RT⁻Δn എത്രയാണ്? 0. Kp ഈക്വൽ ടു Kc ഇൻറ്റു RT⁻0. RT⁻0 എന്താണ്? 1 വരും. സോ Kp ഈസ് ഈക്വൽ ടു
കെ പി ഈക്വൽ ടു കെ സി. ഇപ്പോൾ ഇവിടെ കെ പിയും കെ സിയും സെയിം ആണ്. അപ്പോൾ എന്താണ്, നമ്പർ ഓഫ് മോൾസിൽ വ്യത്യാസമില്ല. ഇവിടെ പ്രോഡക്റ്റിൻ്റെയും റിയാക്റ്റൻറ്റിനും സെയിം നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കെ പി ഈക്വൽ ടു കെ സി ആയിരിക്കും. സോ ഇഫ് ദർ ഇസ് ഡിഫറൻസ് ഇൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് ആൻഡ് റിയാക്റ്റൻസ്, കെ പി ആൻഡ് കെ സി ആർ ഡിഫറൻറ്റ്. ഓക്കെ, കെ പിയും കെ സിയും ഡിഫറൻ്റ് ആവുന്നപ്പോഴാണ് ഗേഷ്യസ് പ്രോഡക്റ്റിൻ്റെയും ഗേഷ്യസ് റിയാക്റ്റൻറ്റിൻ്റെയും നമ്പർ ഓഫ് മോൾസിൽ ചേഞ്ച് ഉണ്ടെങ്കിലാണ് കെ പിയും കെ സിയും ഡിഫറെൻ്റ് ആവുക. Otherwise they are same, Kp equal to Kc. That is relationship between Kp and Kc. The next, heterogeneous equilibrium. നമ്മൾ homogeneous equilibrium എന്താണെന്ന് പറഞ്ഞു. Same physical state for reactants and products in equilibrium. Then in heterogeneous equilibrium there involves different physical state. ഒരു heterogeneous equilibriumത്തിൽ different physical state ഉണ്ടാവും. ഒന്നിലധികം ഫിസിക്കൽ സ്റ്റേറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ് ഫോർ റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ്. ദറ്റ് ഈസ് ഹെട്രോജീനിയസ് എക്വിലിബ്രിയം. എക്സാമ്പിൾ, H2O liquid is in equilibrium with H2O gas. വെപ്പറൈസേഷൻ equilibrium ആണ്. H2O liquid is in equilibrium with H2O gas. ഇവിടെ ലിക്വിഡും ഗ്യാസും ഇക്വിലിബ്രിയത്തിലാവുന്നു. ദറ്റ് ഈസ് എ ഹെട്രോജീനിയസ് equilibrium, ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ്. Another example, decomposition of calcium carbonate. കാൽസ്യം കാർബണേറ്റ് സോളിഡാണ്. അതിനെ ഹീറ്റ് ചെയ്താൽ ഡിക്കമ്പോസ് ചെയ്ത് കാൽസ്യം ഓക്സൈഡ് സോളിഡും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും ഫോം ചെയ്യുന്നു. ഇവിടെ ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ് ആണ്. കാൽസ്യം കാർബണേറ്റും കാൽസ്യം ഓക്സൈഡും സോളിഡാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസാണ്. സോ ദീസ് ആർ ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയംസ്. ഇക്വിലിബ്രിയം ഇൻവോൾവിങ് ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ്സ്. ഇനി ഒരു ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയത്തിൽ നമുക്ക് കെ പി അതുപോലെ കെ സി എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? In a heterogeneous equilibrium, the concentration of pure solid and liquid are constant. ഒരു പ്യുവർ സോളിഡോ പ്യുവർ ലിക്വിഡോ എടുത്താൽ അതിൻ്റെ കോൺസെൻട്രേഷൻസ് കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈസ് നോട്ട് ചേഞ്ചിങ്. ഇൻ എ പ്യുവർ സോളിഡ് ഓർ ലിക്വിഡ് കോൺസെൻട്രേഷൻസ് ആർ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മളിവിടെ പ്യുവർ വാട്ടർ എടുക്കുന്നു. പ്യുവർ ലിക്വിഡാണ് വാട്ടർ. അതിൻ്റെ കോൺസെൻട്രേഷനിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവും. പ്യുവർ വാട്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിക്സ് കോൺസ്റ്റൻറ്റ്, അതിൻ്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആണ്. അതേസമയം നമ്മൾ വാട്ടറിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നു. അപ്പോൾ ആഡ് ചെയ്യുന്ന ഷുഗറിൻ്റെ എമൗണ്ടിനനുസരിച്ച് അതിൻ്റെ കോൺസെൻട്രേഷൻ മാറില്ലേ? അങ്ങനെയാണ് അക്വസ് സൊല്യൂഷന് ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻ വരാം. വാട്ടറിലേക്ക് ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് ആഡ് ചെയ്തുണ്ടാവുന്ന അക്വസ് സൊല്യൂഷന് ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻ വരാം. പക്ഷേ പ്യുവർ വാട്ടറിന് കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ പ്യുവറായിട്ടുള്ള ഒരു സോളിഡിലും കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ഡിഫറെൻറ്റ് സോളിഡ്സ് മിക്സ് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷനിൽ വ്യത്യാസം വരും. ഇൻ ഗ്യാസ് കോൺസെൻട്രേഷൻ ഇസ് ഡിഫറെൻറ്റ്. കാരണം ഗ്യാസ് അത് അതിൻ്റെ അവൈലബിൾ വോളിയത്തിൽ ഒക്യുപ്പൈ ചെയ്യും. അപ്പോൾ വോളിയത്തിനനുസരിച്ച് കോൺസെൻട്രേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. സോ ദി കോൺസെൻട്രേഷൻ ഓഫ് പ്യുവർ സോളിഡ് ആൻഡ് ലിക്വിഡ് ഈസ് കോൺസ്റ്റൻറ്റ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ഗ്യാസ് ഓർ അക്വസ് സൊല്യൂഷൻ ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്, ഇറ്റ് ഈസ് ചേഞ്ചിങ്. അപ്പോൾ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ എക്സ്പ്രഷൻ എഴുതുമ്പോൾ പ്യുവർ സോളിഡിൻ്റെയും ലിക്വിഡിൻ്റെയും കോൺസെൻട്രേഷൻസ് കോൺസ്റ്റൻ്റ് ആണ്. അതുകൂടി നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിലേക്ക് ഇക്വേറ്റ് ചെയ്യാം. It depends only on the gas or aqueous phase where concentration is changing. അപ്പോൾ നമുക്കിതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ നോക്കാം. കെ സി ഫോർ ദിസ് ഇക്വിലിബ്രിയം ഈസ് ഈക്വൽ ടു, നമ്മൾ പറഞ്ഞതനുസരിച്ച് കെ സിയുടെ എക്സ്പ്രഷൻ എന്തായിരിക്കണം? പ്രോഡക്റ്റ് കാൽസ്യം ഓക്സൈഡാണ്. കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും അതിൻ്റെ കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് കാൽസ്യം കാർബണേറ്റ് സോളിഡ്. ഇതാണ് എക്സ്പ്രഷൻ വരേണ്ടത്. പക്ഷേ കോൺസെൻട്രേഷൻ ഓഫ് കാൽസ്യം ഓക്സൈഡ് സോളിഡ് ഈസ് കോൺസ്റ്റൻറ്റ്. ഇത് കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈസ് നോട്ട് ചേഞ്ചിങ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എമൗണ്ട് ടേക്കൻ. എത്ര എമൗണ്ട് എടുത്താലും അതിൻ്റെ കോൺസെൻട്രേഷനിൽ മാറ്റമൊന്നുമില്ല. കാരണം അത് വേറൊന്നുമായിട്ട് മിക്സ് ചെയ്തിട്ടില്ല, പ്യുവറാണ്. അതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് കാൽസ്യം കാർബണേറ്റ് അതും പ്യുവർ സോളിഡാണ്, കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ കെ സി എക്സ്പ്രഷൻ എന്ത് വരും? ഇത് രണ്ടും കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ രണ്ട് കോൺസ്റ്റൻറ്റിനെയും നമുക്ക് ഈ കോൺസ്റ്റൻറ്റിലേക്ക് ഇക്വേറ്റ് ചെയ്യാം. ദെൻ കെ സി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി കോൺസെൻട്രേഷൻ ഓഫ് CO2. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കെ സി ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് CO2. അല്ലെങ്കിൽ കെ പി എക്സ്പ്രഷൻ എന്ത് വരും? കെ പി ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് CO2. ദാറ്റ് ഈസ് ദി എക്സ്പ്രഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ എ ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം. ഒരു ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയത്തിൽ പ്യുവർ സോളിഡോ പ്യുവർ ലിക്വിഡോ ഉണ്ടെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻസ് കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം.
നിക്കൽ സോളിഡ് കാർബൺ മോണോക്സൈഡുമായി 4 മോളിക്യൂൾ CO ഗ്യാസുമായി ചേർന്ന് NiCO ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. NiCO 4 ടൈംസ് ഗ്യാസ്, നിക്കൽ കാർബോണൈൽ എന്ന് പറയും. ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? Kc is equal to molar concentration of NiCO 4 ടൈംസ്, ഇത് ഗ്യാസ് ആയതുകൊണ്ട് കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യും. NiCO 4 ടൈംസ് ഡിവൈഡ് ബൈ Ni സോളിഡ് ആണ്, അതിൻ്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്താണ് COയുടെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുക. മൊളാർ കോൺസെൻട്രേഷൻ ഓഫ് CO 4 കോഎഫിഷ്യൻറ്റ് 4 ആണ്, റേസ് ടു 4. ദാറ്റ് ഈസ് ദി എക്സ്പ്രഷൻ ഓഫ് Kc. ദെൻ വാട്ട് ഈസ് Kp? Kp എന്ന് പറഞ്ഞാൽ ഗ്യാസ് ഫേസിലുള്ളതിനെ മാത്രം കോൺസെൻട്രേഷനാണ് ഡിപ്പെൻഡ് ചെയ്യുക, പ്രഷറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. സോ Kp is equal to partial pressure of NiCO 4 ടൈംസ് divided by partial pressure of CO raised to 4. That is the expression of Kp. Then applications of equilibrium constants. Equilibrium constant expression നമ്മൾ പഠിച്ചു. ഇനി അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? 3 ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ആണുള്ളത്. ഫസ്റ്റ്, predicting the extent of reaction. What is mean by reaction extent? Extent of a reaction means how much of reaction proceeds before equilibrium. ഇക്വിലിബ്രിയം ആവുന്നതിന് മുൻപ് എത്രമാത്രം റിയാക്ഷൻ നടന്നു, അല്ലെങ്കിൽ എത്രമാത്രം റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായി മാറി, അതാണ് എക്സ്റ്റെൻറ്റ് ഓഫ് റിയാക്ഷൻ. അതിന് റിയാക്ഷൻ റേറ്റിന് പ്രൊപ്പോർഷണൽ അല്ല. അത് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എത്ര സ്പീഡിൽ റിയാക്ഷൻ നടക്കുന്നു. അപ്പോൾ സ്പീഡുമായിട്ട് എക്സ്റ്റെൻറ്റിന് റിലേഷൻ ഇല്ല. ഇക്വിലിബ്രിയം ആകുമ്പോഴേക്കും എത്രമാത്രം റിയാക്ഷൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു റിയാക്ഷൻസ് ചില റിയാക്ഷൻ ഹൈ എക്സ്റ്റെൻറ്റ് ഉള്ളതുണ്ട്, ചിലത് ലോ എക്സ്റ്റെൻ്റ് ആണ്, ചിലതിന് ആവറേജ് എക്സ്റ്റെൻ്റ് ഉണ്ട്. അപ്പോൾ ഹൈ എക്സ്റ്റെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അധികം റിയാക്റ്റൻറ്റും പ്രോഡക്റ്റായിട്ട് മാറി 90% എബോ അതിൽ കൂടുതലോ റിയാക്റ്റൻ്റ് പ്രോഡക്റ്റ് ആയതിനു ശേഷം മാത്രം ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നു. അങ്ങനെയുള്ള റിയാക്ഷനിൽ എന്താണ്, പ്രോഡക്റ്റാണ് കൂടുതലുണ്ടാവുക. റിയാക്റ്റൻ്റ് ഏതാണ്ട് 90% പ്രോഡക്റ്റായി മാറി. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ കൂടുതലും എന്താണ്, പ്രോഡക്റ്റാണ്. സോ പ്രോഡക്റ്റ് പ്രിഡോമിനേറ്റ്സ് ഓവർ റിയാക്റ്റൻസ്. അതാണ് ഹൈ എക്സ്റ്റെൻ്റ് ഉള്ള റിയാക്ഷൻ. ഇനി നേരെ തിരിച്ച് ചില റിയാക്ഷനിൽ വളരെ കുറഞ്ഞ റിയാക്റ്റൻ്റ് പ്രോഡക്റ്റ് ആകുമ്പോഴേക്കും ഇക്വിലിബ്രിയം ആവും. ഇക്വിലിബ്രിയം ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്, എത്ര റിയാക്റ്റൻ്റ് പ്രോഡക്റ്റ് ആവുന്നോ അത്രയും പ്രോഡക്റ്റ് തിരിച്ച് റിയാക്റ്റൻ്റ് ആവും, റേറ്റ് പിന്നെ മാറുന്നില്ല. അപ്പോൾ എന്താണ്, ലോ എക്സ്റ്റെൻ്റ് ഉള്ള റിയാക്ഷനിൽ വളരെ കുറഞ്ഞ എമൗണ്ട് റിയാക്റ്റൻ്റ് പ്രോഡക്റ്റ് ആകുമ്പോഴേക്കും ഇക്വിലിബ്രിയമായി. അങ്ങനെയുള്ള റിയാക്ഷൻസിൽ എന്താണ്, റിയാക്റ്റൻ്റ് പ്രിഡോമിനേറ്റ്സ് ഓവർ പ്രോഡക്ട്സ്, അവിടെ റിയാക്റ്റൻ്റ് ആണ് കൂടുതൽ വരിക. ഇനി ആവറേജ് എക്സ്റ്റെൻ്റ് ഉള്ള റിയാക്ഷൻ ആണെങ്കിൽ ഏതാണ്ട് 50% റിയാക്ഷൻ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ഇക്വിലിബ്രിയം ആവുന്നു. അങ്ങനെയുള്ള റിയാക്ഷനിൽ റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും അപ്രീഷ്യബിൾ ക്വാണ്ടിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ആവറേജ് എമൗണ്ട് റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും ഉണ്ടാവും. അതാണ് ആവറേജ് എക്സ്റ്റെൻ്റ് റിയാക്ഷൻ എന്ന് പറയാം. ഇനി അതിന് നമുക്ക് എങ്ങനെ എക്സ്റ്റെൻ്റ് ഓഫ് റിയാക്ഷനെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ഉപയോഗിച്ച് എങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാം? നമ്മളൊരു ജനറൽ എക്സ്പ്രഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് A+B gives C+D. ഇങ്ങനൊരു ജനറൽ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് A+B gives C+D. What is the expression of Kc? Kc is equal to product of molar concentration of product divided by reactants. ഇതാണ് Kcയുടെ എക്സ്പ്രഷൻ. ഇനി ഈ റിയാക്ഷനിൽ എക്സ്റ്റെൻറ്റ് ഹൈ ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അധികം റിയാക്റ്റൻറ്റും പ്രോഡക്റ്റായി, 90% അതിൽ കൂടുതലോ റിയാക്റ്റൻറ്റ് പ്രോഡക്റ്റ് ആവുന്നു. അപ്പോൾ ഏതായാലും ഇക്വിലിബ്രിയത്തിൽ കൂടുതൽ എന്തായിരിക്കും ഉണ്ടാവുക? പ്രോഡക്റ്റ് ആയിരിക്കും അല്ലേ, റിയാക്റ്റൻ്റ് അധികവും പ്രോഡക്റ്റായി മാറി. സോ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഈസ് വെരി ഹൈ കമ്പയർഡ് ടു റിയാക്റ്റൻസ്. ഇപ്പോൾ ഈ റേഷ്യോ എങ്ങനെയായിരിക്കും? പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് Kcയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യും അല്ലേ. പ്രോഡക്റ്റ് വളരെ കൂടുതലാണ് റിയാക്റ്റൻറ്റിനെ അപേക്ഷിച്ച്. സോ Kc ഹാസ് ഹൈ വാല്യൂ. അപ്പോൾ ഹൈ എക്സ്റ്റെൻ്റ് ഉള്ള റിയാക്ഷനിൽ ഹൈ പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ഉണ്ടാവും ആൻഡ് Kc വാല്യൂ ഈസ് വെരി ഹൈ. ഇനി ലോ എക്സ്റ്റെൻ്റ് ആണെങ്കിൽ എന്താണ്? അവിടെ റിയാക്റ്റൻ്റ് ആണ് വളരെ കൂടുതലുണ്ടാവുക, കുറച്ച് റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായി മാറുമ്പോഴേക്കും ഇക്വിലിബ്രിയം ആവും. സോ റിയാക്റ്റൻ്റ് പ്രിഡോമിനേറ്റ്സ്. ഇപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ഈസ് വെരി ഹൈ കമ്പയർഡ് ടു പ്രോഡക്റ്റ്. സോ ദെൻ Kc വാല്യൂ ഈസ് വെരി ലോ. അവിടെ Kc വാല്യൂ വളരെ കുറവായിരിക്കും. ഇനി ആവറേജ് ഒരു എക്സ്റ്റെൻ്റ് ആണെങ്കിലോ പ്രോഡക്റ്റിനും റിയാക്റ്റൻറ്റിനും അപ്രീഷ്യബിൾ കോൺസെൻട്രേഷൻ ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ Kcയ്ക്ക് ഒരു കമ്പയറബിൾ വാല്യൂ വരും.
അങ്ങനെയാണ് എക്സ്റ്റെൻറ്റ് പറയുക. ഹൈ എക്സ്റ്റെൻറ്റ് ഉള്ളതുണ്ട്, ലോ എക്സ്റ്റെൻറ്റ് ഉള്ളതുണ്ട്, ആവറേജ് എക്സ്റ്റെൻറ്റ് ഉണ്ട്. സോ ദ റിയാക്ഷൻ എക്സ്റ്റെൻറ്റ് ഡിപ്പെൻഡിങ് ഓൺ Kc value, the extent of reactions are categorized into three type. അതിൻ്റെ എക്സ്റ്റെൻറ്റിനെ അടിസ്ഥാനപ്പെടുത്തി മൂന്നായിട്ട് പറയാം. Kc value is greater than 10⁻³ ഹൈ എക്സ്റ്റെൻറ്റ് റിയാക്ഷൻ. ഇത് ഹൈ എക്സ്റ്റെൻറ്റ് ഉള്ള റിയാക്ഷൻ ആയിരിക്കും. And when Kc value is less than 10⁻³ reaction is low extent. 10⁻³ കുറവാണെങ്കിൽ ലോ എക്സ്റ്റെൻറ്റ് ആയിരിക്കും. And Kc is in between 10⁻³ and 10⁻³ ആവറേജ് എക്സ്റ്റെൻറ്റ്. ഇങ്ങനെ പറയാം. Kc വാല്യൂവിനനുസരിച്ച് റിയാക്ഷൻ എക്സ്റ്റെൻറ്റ് 3 തരത്തിൽ വരാം. ഹൈ എക്സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞാൽ 10⁻³ 1000-നേക്കാൾ Kc വാല്യൂ കൂടുക. ഇനി 10⁻³ Kc കുറവാണെങ്കിൽ ലോ എക്സ്റ്റെൻറ്റ് ആണ്. ഇനി 10⁻³ 3 ഇടയിലാണെങ്കിൽ ആവറേജ് എക്സ്റ്റെൻറ്റ് എന്ന് പറയാം. ആവറേജ് എക്സ്റ്റെൻറ്റ് റിയാക്ഷൻ. ആൻഡ് ടേക്ക് ഡിഫറെൻറ്റ് എക്സാമ്പിൾസ്. ഫസ്റ്റ് എക്സാമ്പിൾ H2 + Cl2 gives 2HCl. ഇവിടെ Kc വാല്യൂ 4 × 10⁻31 at 300 Kelvin. Kc പറയുമ്പോൾ എപ്പോഴും ടെമ്പറേച്ചർ പറയണം, കാരണം Kc ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. ഇവിടെ Kc വാല്യൂ വെരി ഹൈ ആണ്. 10⁻31 എന്ന് പറഞ്ഞാൽ വെരി ഹൈ Kc വാല്യൂ ആണ്. അപ്പോൾ ഇത് ഏത് ടൈപ്പ് എക്സ്റ്റെൻറ്റിൽ, ഏത് കാറ്റഗറിയിൽ വരുന്ന റിയാക്ഷനാണ്? ഹൈ എക്സ്റ്റെൻറ്റ്. 10⁻³ കൂടുതലുള്ളതെല്ലാം ഹൈ എക്സ്റ്റെൻറ്റ് ആണ്. സോ ദിസ് റിയാക്ഷൻ ഈസ് ഓഫ് വെരി ഹൈ എക്സ്റ്റെൻറ്റ്. രണ്ടാമത്തെ നോക്കൂ, N2 + O2 gives 2NO. ഇവിടെ Kc വാല്യൂ എത്രയാണ്? 4.8 × 10⁻31 at 298 Kelvin. ഇതെന്താണ്? Kc വാല്യൂ വളരെ കുറവാണ്. 10⁻³ കുറവുള്ളതെല്ലാം എന്താണ്? ലോ എക്സ്റ്റെൻറ്റ് കാറ്റഗറിയിലാണ് വരിക. ഇനി മൂന്നാമത്തെ H2 + I2 gives 2HI. Kc വാല്യൂ എത്രയാണ്? 57 at 700 Kelvin. അപ്പോൾ 57 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ബിറ്റ്വീൻ 10⁻³ ആൻഡ് 10⁻³ സോ ആവറേജ് എക്സ്റ്റെൻറ്റ്. ഇത് ആവറേജ് എക്സ്റ്റെൻറ്റ് ഉള്ള റിയാക്ഷനാണ്. ഓൺ Kc വാല്യൂ എക്സ്റ്റെൻറ്റ് ഓഫ് റിയാക്ഷൻ ആർ ഓഫ് 3 ടൈപ്പ്: ഹൈ എക്സ്റ്റെൻറ്റ്, ലോ എക്സ്റ്റെൻറ്റ് ആൻഡ് ആവറേജ് എക്സ്റ്റെൻറ്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷനാണിത്. ഇത് കൂടാതെ വേറെ 2 ആപ്ലിക്കേഷൻസ് കൂടിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഹോമോജീനിയസ് ഇക്വിലിബ്രിയം ഇൻവോൾവിങ് സെയിം ഫിസിക്കൽ സ്റ്റേറ്റ്. അതിൽ ഗ്യാസ് ഫേസ് റിയാക്ഷൻ ആണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ. ദെൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ Kp ആൻഡ് Kc അത് ഡിറൈവ് ചെയ്തു. Kp is equal to Kc into RT⁻⁴n. Then heterogeneous equilibrium involving different physical states. അങ്ങനെയാവുമ്പോൾ അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ആൻഡ് പ്രഷർ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്നുള്ളത് പറഞ്ഞു. പിന്നെന്താണ്? ആപ്ലിക്കേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. ഫസ്റ്റ്, പ്രെഡിക്റ്റിംഗ് ദി എക്സ്റ്റെൻറ്റ് ഓഫ് റിയാക്ഷൻ. എക്സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗ മച്ച് ഓഫ് റിയാക്ഷൻ പ്രൊസീഡ്സ് അറ്റ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം ആകുമ്പോഴേക്ക് റിയാക്ഷൻ എത്രമാത്രം നടന്നു. അപ്പോൾ അത് Kc വാല്യൂവിന് പ്രൊപ്പോർഷനിലാണ്. സോ 10⁻³ കൂടുതൽ Kc വാല്യൂ ഉള്ളത് ഹൈ എക്സ്റ്റെൻറ്റ് ഉള്ള റിയാക്ഷനാണ്. 10⁻³ കുറവാണെങ്കിൽ ലോ എക്സ്റ്റെൻറ്റ്. ആൻഡ് ഇൻ ബിറ്റ്വീൻ 10⁻³ ആൻഡ് 10⁻³ ദി റിയാക്ഷൻ ഈസ് ഓഫ് ആവറേജ് എക്സ്റ്റെൻറ്റ്. ദറ്റ് ഈസ് അബൌട്ട് എക്സ്റ്റെൻറ്റ് ഓഫ് റിയാക്ഷൻ. ഓക്കെ, ബാക്കിയുള്ള 2 ആപ്ലിക്കേഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.